ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് എഡിൻബ്ര റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ പോകുന്നത് ഗ്ലാസ്ഗോയിലോട്ടാണ്. അപ്പം എഡിൻബ്രയിൽ ഗ്ലാസ്ഗോയിലോട്ട് 1 hour ട്രെയിൻ ജേർണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് പോയിട്ട് വരാം, ഇവിടെ വരെ വന്നതല്ലേ, ഗ്ലാസ്ഗോ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ ഞാൻ ഗ്ലാസ്ഗോ വരെ കൊണ്ടുപോകാവേ. സോ എൻ്റെ ട്രെയിനുള്ള 11 o'clock ആണ്. 1 hour ട്രെയിൻ ജേർണിയാണ്. ഇവിടുന്ന് ഞാൻ ഓൺലൈനാണ് അവിടെ ട്രെയിൻ ബുക്ക് ചെയ്ത്. നമുക്ക് ഓൺലൈനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് വാങ്ങിക്കാം. ഒഫീഷ്യലി ആക്ച്വലി ഇതിൻ്റെ 4th day ആണ് എഡിൻബ്രയിൽ. എഡിൻബ്ര ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എല്ലാം അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് നടന്ന് കണ്ടു തീർക്കാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലാസ്ഗോ ഒന്ന് കണ്ടിട്ട് വരാം, അവിടത്തെ ഒരു ബ്യൂട്ടിയോടെ പകർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങളെ കൂടെ ഞാൻ ഗ്ലാസ്ഗോ വരെ കൊണ്ടുപോകാം, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാമേ എൻ്റെ ഗ്ലാസ്ഗോ എക്സ്പീരിയൻസ്. ഗ്ലാസ്ഗോ യൂഷ്വലി ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ കുറേ ഇന്ത്യൻസ് കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഗ്ലാസ്ഗോ കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ ആക്ച്വലി എഡിൻബ്ര വന്നപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ സെർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാണണ്ടേന്ന്. പക്ഷേ ഗ്ലാസ്ഗോ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോകുന്നത്. നമുക്ക് അവിടെ ഗ്ലാസ്ഗോ നമ്മൾ സർപ്രൈസ് ചെയ്യുമെന്ന് നോക്കാമല്ലോ. അപ്പം പോയി നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഗൈസ് ട്രെയിനിൽ കയറി കേട്ടോ, ഗ്ലാസ്ഗോയിലോട്ടുള്ള ട്രെയിൻ. അങ്ങനെ ഗൈസ് ഞാൻ ഗ്ലാസ്ഗോ എത്തി ആഫ്റ്റർ 1 hour. നല്ല വെതറൊക്കെയാണ്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഗ്ലാസ്ഗോ ആർട്ട് മ്യൂസിയം. അപ്പം ദിസ് ഇസ് ദ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്. അപ്പോൾ അവിടെ പോയി നോക്കാവേ. ദേ ഗൈസ്, എൻ്റെ പേര് കിടക്കുന്ന അവിടെ കേട്ടോ, ജാസ്മിൻ. എൻ്റെ പേര് ഇത്രയും ഫേമസ് ഞാൻ അറിഞ്ഞില്ലായിരുന്നേ. ഒട്ടും മനസ്സിലാത്ത ഒരു ആർട്ടാണ് എനിക്ക് മോഡേൺ ആർട്ട്. അല്ലെങ്കിലും എനിക്ക് കലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആർട്ടേ മനസ്സിലാറില്ല, പിന്നെയാണ് മോഡേൺ ആർട്ട്. ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായെന്ന് പറയണേ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ അധികം മനസ്സിലാകാത്ത സംഭവങ്ങളൊക്കെയാണ്. ഈ പെയിൻറ്റിങ്സ് കാണുമ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ മോഡേൺ ആർട്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇതിനകത്ത് കയറിയാൽ മതി കേട്ടോ, ഈ മ്യൂസിയത്തിനകത്ത്. ഞാൻ പിന്നെ അത്രയും വലിയ മോഡേൺ ആർട്ടിൻ്റെ ഒന്നും ഫാനല്ലാത്തതുകൊണ്ട്, ആർട്ടിൻ്റെയും ഫാനല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലേ. പിന്നെ ഞാൻ നേരെ പോയത് സിറ്റിയിലോട്ടാട്ടോ. സോ ഗൈസ്, ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ 40 മിനിറ്റ് നടന്നപ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ. ഈ സ്ഥലത്ത് എത്തി. സോ ഇതൊരു മ്യൂസിയമാണ്, ഗ്ലാസ്ഗോയുടെ ഒരു മ്യൂസിയമാണ്. സോ മ്യൂസിയത്തിൽ കയറിയിട്ട് ഇങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ. നല്ല തണുപ്പും കാറ്റുണ്ടായിരുന്നു, കണ്ടറിയാം. മുടിക്ക് പറക്കാണ്, കാറ്റുള്ളതുകൊണ്ട് തണുപ്പുണ്ട്, പക്ഷേ വെയിലും ഉണ്ട് കേട്ടോ. വെയിലത്ത് കിടന്നാൽ കുറച്ച് ഒരു ചൂട് കിട്ടുവേ. സോ ദിസ് ഈസ് ദ പ്ലേസ് വെർ ഐ കെയിം ടു. അപ്പം കയറി നോക്കാവേ എങ്ങനെയുണ്ടെന്ന്. കുറച്ച് നടക്കുള്ളൂ, 4 minutes വാക്ക് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എൻട്രൻസിൽ കയറുന്ന മുമ്പ് കാണിക്കാമെന്ന് വിചാരിച്ചേ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇങ്ങനെ പോകുമ്പോൾ 2 സൈഡിലും നല്ല ട്രീസ് ഉണ്ട് ഗൈസ്, നല്ല ഭംഗിയാണ്. നല്ല തണലുണ്ട് ഇവിടെ, ഇങ്ങനെ ട്രീസ്. ആൻഡ് ദെൻ ദെയർസ് എ മ്യൂസിയം. ഇതിന് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. സോ ഐ എം നോട്ട് ഷുവർ ദാറ്റ് ആണോ മ്യൂസിയം അതോ ഇതാണോ എന്ന് നമുക്ക് പോയി നോക്കാം. ഏതായാലും ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇങ്ങനെ ബാക്കിൽ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ നല്ല വെയിൽ തെളിഞ്ഞു കേട്ടോ, അപ്പം ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമുക്ക് അകത്ത് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നേ. സോ ഗായ്സ്, അങ്ങനെ മ്യൂസിയം എത്തി. സോ എൻട്രി ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ദ കൽവിൻകോ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം. സോ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ. സോ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, പക്ഷെ പോയി നോക്കാം. ആദ്യം മ്യൂസിയം കയറി നോക്കാവേ. secrets untold, carry
spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwined with the trees that stand, knotted in time by nature's hand. അപ്പോൾ ഗൈസ്, പൊതുവേ എനിക്ക് ഈ മ്യൂസിയത്തിലേക്ക് വരുമ്പം നല്ല ദേഷ്യവും കലിയൊക്കെ വരാറുണ്ട് കേട്ടോ. കാരണം ഈ കാണുന്ന ഷോളൊക്കില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷോൾ മാത്രമല്ല കേട്ടോ, കുറേ കാട്ടുകൊണ്ട് വന്ന് വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുവേ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പായിരുന്നു കേട്ടോ പണ്ടത്തെ കാലത്തെ. പാകിസ്ഥാൻ തൊട്ട് അങ്ങ് മ്യാൻമാർ വരെ ആയിരുന്നു ഇന്ത്യയുടെ മാപ്പ് കേട്ടോ. എന്നിട്ട് ഈ ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് റൂൾ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യ ഒന്നുമില്ലാതെ ആക്കി കളഞ്ഞു. എന്നിട്ട് ഇവരിവിടെ സുഖമായിട്ട് ഗാലറിയിലൊക്കെ കട്ടുകൊണ്ട് വന്ന സാധനങ്ങൾ വെച്ചിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു, ഇത് ഇവിടുന്ന് കൊണ്ടുവന്ന അവിടുന്ന് കൊണ്ടുവന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. കാണുമ്പം നല്ല ദേഷ്യം വരുമല്ലോ. ഇത് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെയാണ്. ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ മ്യൂസിയത്തിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ കാണത്തില്ല. അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവരുടെ മ്യൂസിയത്തിൽ വെച്ചേക്കുന്നു. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഇതേക്കുറിച്ച് ഒന്ന് പറയണേ. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pine. ഈ മ്യൂസിയം ലണ്ടൻ മ്യൂസിയത്തെക്കാളും ചെറിയൊരു മ്യൂസിയമാണ് കേട്ടോ. ലണ്ടൻ മ്യൂസിയത്തിൽ കുറച്ചുകൂടെ കുറേ കാണാനുണ്ടേ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേരകളാട്ടോ. പല ഡിസൈനിലും പല ഷേപ്പിലുള്ള കസേരകളാണ്. കണ്ടപ്പം എനിക്കൊന്ന് ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്താ കേട്ടോ. See
be the language of rust. സോ ഗൈസ്, അത്രയ്ക്കുള്ളൂ ഈ മ്യൂസിയത്തിൽ കാണാമെന്ന്. ഇന്ന് ഞാൻ അടുത്ത് പോകുന്നത് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലാട്ടോ. മ്യൂസിയത്തിന് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വേണ്ടി നല്ലൊരു വാക്ക് വേ ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു റിവർ സൈഡ് വാക്ക് വേ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഒരു വാക്ക് വേ ഉണ്ട് ആ മ്യൂസിയം കഴിഞ്ഞ്. അവിടെ പുഴയുണ്ട്, നല്ല പുഴയുടെ നല്ല ശബ്ദവും കിളികളുടെ ശബ്ദങ്ങളൊക്കെ ആയിട്ടൊരു വാക്ക് വേ ആണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷിങ് ആണ് കേട്ടോ. കാരണം നല്ല ഫ്രഷ് എയർ ഒക്കെ ആയിട്ട്. അങ്ങനെ ഗൈസ്, മ്യൂസിയത്തിന് ഒരു 15 മിനിറ്റ്സ് വാക്ക് ചെയ്തപ്പോഴത്തേക്കും ദേ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി എത്തി കേട്ടോ. ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റി 4ാമത്തെ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിലും സറൗണ്ടഡ് ബൈ ട്രീസ്, റിവർ, ഒരു പഴമ അടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദേ ആ കാണുന്ന മ്യൂസിയത്തിലാണ് നമ്മൾ ഇപ്പോൾ വന്നത്. അവിടെ നിന്ന് നമ്മൾ ഒന്ന് വാക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാവേ. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറുമ്പം കാണുന്ന കാഴ്ച. നല്ല ബ്യൂട്ടിഫുൾ വാൾസും ഒക്കെ ആയിട്ട്. ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയത്ത് പോലും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊരു പാലസിനൊക്കെ ഒരു ലുക്കില്ലേ. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pine. അങ്ങനെ ഗായ്സ് കുറേ നടന്ന് തളർന്നു. ഇനി ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു മോൾ കണ്ടു കേട്ടോ, വ്യൂ മോൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്താണ് നമുക്ക് കുറച്ച് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കയറി നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ നോക്കുമ്പം നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. നമസ്തേ ഡൽഹി ദർബാർ എന്ന് വെച്ചിട്ട് അവിടെ കയറിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. നല്ലൊരു ഇന്ത്യൻ ടച്ചൊക്കെയുള്ളൊരു ഫുഡ് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയേ. അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ നമുക്ക്. അങ്ങനെ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് നേരം സിറ്റിയിലൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഇനി അധികം സമയമില്ല, തിരിച്ച് പോകണം എഡൻബറയ്ക്ക്. അപ്പം ട്രെയിൻ എടുക്കണം. തിരിച്ച് ഒരു 15 മിനിറ്റ്സ് വാക്ക് ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പം അടിപൊളിയായിരുന്നു ഗ്ലാസ്കോ കമ്പയർഡ് ടു എഡൻബറ. ഒരു വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ നല്ല പ്ലേസസ് ഉണ്ട്, കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബിൽഡിംഗ് എനിക്ക് കണ്ടിട്ട് ഒരു കൗതുകം തോന്നി. ഒരു പീക്കോക്കിൻ്റെ ഷേപ്പിലുള്ള ഡിസൈനൊക്കെ ആയിരുന്നു തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് എൻ്റെ. അങ്ങനെ ഞാൻ തിരിച്ച് നടക്കുവാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവസാനം ദേ
റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഗ്ലാസ്ഗോ ക്വീൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തി. 1 hourൽ തന്നെ ട്രെയിൻ വരും കേട്ടോ. അങ്ങനെ അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. അപ്പോൾ ബൈ.